നിങ്ങൾ നേതൃത്വം നൽകി, പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് 80കളുടെ 70കളിലൊക്കെ ക്യാമ്പസിനെ കുറിച്ച് സാധാരണ ഒരു സംസാരം പറയാറുണ്ടല്ലോ. അന്ന് ഭൗതികമായിട്ടൊക്കെ ഒരുപാട് കല, സാംസ്കാരികം, സാഹിത്യം അതിലൊക്കെ ഒരു വളരെ രാഷ്ട്രീയം കാത്തു സൂക്ഷിക്കുകയും സർഗാത്മക രാഷ്ട്രീയം പ്രകടമാകുകയും ഒക്കെ ചെയ്ത ക്യാമ്പസിനെ കുറിച്ച് വളരെ നൊസ്റ്റാൾജിക്കായിട്ട് പലരും പറയാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 2000 അതുപോലെ തന്നെ 90കൾ 2000 2010കളൊക്കെ ആയപ്പോഴേക്കും പിന്നീട് ഒരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി സമൂഹമാണ് സാധാരണ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഏകദേശം ഈ റീസെൻ്റ്ലി ആയിട്ടുള്ള കാലയളവിൽ കുറച്ചും കൂടെ കുട്ടികൾ തിരിച്ച് സംവാദത്തിലേക്കൊക്കെ പോയി എന്ന് ഒരു പറയുന്നത്. അതേസമയത്ത് നമുക്കറിയാം ലഹരി, അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ അരാഷ്ട്രീയമായി പോകുന്നുണ്ടെങ്കിൽ കൂടെ പുതിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നതായിട്ട് കാണും. കാരണം ഞാനത് പറയാനുള്ള കാരണങ്ങൾ അത്തരം സംവാദങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും അതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആൾ എന്നുള്ള നിലക്കാണ്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെ, അതായത് യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ഏതൊക്കെ തലത്തിലാണെങ്കിൽ പോലും ഒരു സംവാദം, ഒരു നല്ലൊരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കൊള്ളക്കൊടുക്കൽ എന്ന് പറയുന്നത്, പരസ്പരം കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സർഗാത്മക പ്രവർത്തനമാണല്ലോ. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെ നിങ്ങളിപ്പോൾ ഈ അനുഭവത്തിൽ നിന്നൊക്കെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നത്? അതിൽ ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ മുമ്പ് കാലത്തുള്ള ക്യാമ്പസുകളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. എന്ത് വിഷയമാണെങ്കിലും അത് ചർച്ച ചെയ്യുന്ന, ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് വിഷയമുണ്ടെങ്കിലും അത് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് നിരന്തരമായ സംവാദങ്ങൾ നടത്തപ്പെടുന്ന ഒരു ഇടമായിട്ടാണ് നമ്മൾ ക്യാമ്പസുകളെ, പൊതുവെ ആർട്സ് ക്യാമ്പസുകളൊക്കെ പ്രത്യേകിച്ചും പറയാറുള്ളത്. ഈവൻ അല്ലാത്ത ക്യാമ്പസുകളടക്കം ഒരുപാട് അങ്ങനെയുള്ള ഐഡിയോളജിക്കൽ ഡിബേറ്റുകളുടെ ഒരു വിളനിലമായിട്ടാണ് നമ്മൾ ക്യാമ്പസുകളെ പറയാറുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഫേസിൽ ക്യാമ്പസിൽ പോയി അവിടെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. 2015 മുതൽ 20 വരെയാണ് എൻ്റെ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത്. ആലപ്പുഴ ഗവൺമെൻറ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു റെസിസ്റ്റൻസ് ഇത്തരം വിഷയങ്ങളോടുള്ള, ഏത് വിഷയമായിട്ട് ഞാൻ ഇന്ന വിഷയം എന്നുള്ള ആൾക്കാരല്ല, പൊതുവിഷയങ്ങളോടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളാകട്ടെ, സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളോടൊക്കെ ഒരു റെസിസ്റ്റൻസ്, അത് ചർച്ച ചെയ്യുന്നതിൽ ഒരു റെസിസ്റ്റൻസ് അവനിലേക്കൊന്ന് ഒതുങ്ങിക്കൂടുന്ന ഒരു രൂപം. അത് ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം അതിൽ പ്രതിചേർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. സാമൂഹികമായി വരുന്ന മാറ്റങ്ങൾ, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, അങ്ങനെ ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത, എൻ്റെ കാര്യം, എൻ്റെ പഠനം അല്ലെങ്കിൽ എൻ്റെ കുടുംബം, ആ രൂപത്തിൽ മാത്രം എൻ്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നോക്കി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമുക്ക് ശരിക്ക് അനുഭവപ്പെടാൻ സാധിക്കും അവിടെ പഠിക്കുമ്പോഴാണെങ്കിലും. അതിനുശേഷം മാത്രമല്ല, ഇതിൽ വേറൊരു ഫാക്ടർ കൂടി, ഇത് ഞാൻ പറഞ്ഞ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളൊരു കാര്യമാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഞാൻ പറയുന്നത് ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിലുള്ള ഒരു വലിയൊരു ഫാസിസ്റ്റ് പ്രവണത എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അവർ പറയും എന്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അതെ, ടോപ്പിക്കും അവർ പറയും, നിലപാടും അവർ പറയും. അത് നമുക്കങ്ങ് സ്വീകരിച്ചു കൊള്ളുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെതിരെ ഒരു എതിർ ശബ്ദം ഉയരാൻ പാടില്ലാത്ത, ഇലക്ഷനിൽ നിൽക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയും, അതുപോലും പറ്റാത്തൊരവസ്ഥ. സർഗാത്മക ഇടങ്ങളും വോട്ട് രാഷ്ട്രീയം മാത്രമല്ല, അതെ എല്ലാം. ഇപ്പോൾ ഒരു ലിബറൽ ചിന്ത, ഒരു പൊതുധാര ഉണ്ട്, അതിന്റെ കൂടെ അങ്ങോട്ട് പോവുക. അതിന് വിരുദ്ധമായി ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവൻ പ്രാകൃതനാണ്, അല്ലെങ്കിൽ അവൻ ആ സമൂഹത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് തള്ളുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇതുകൂടി ഇതിൽ വലിയ രൂപത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ടും കൂടിയൊക്കെ ആയപ്പം വലിയ രൂപത്തിൽ ഈ പറഞ്ഞ സംവാദങ്ങളില്ലാത്ത വരണ്ട ക്യാമ്പസുകളായി മാറി എന്നുള്ളതാണ്. അജണ്ട സെറ്റ് ചെയ്യുന്നവർ തന്നെ ഇതിൽ നിന്ന് പിന്മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ. കാരണം പല വിഷയങ്ങളും എടുത്ത് ചർച്ച ചെയ്തു. കാരണം മുമ്പൊക്കെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിരുന്നല്ലോ, കലാ, സാഹിത്യം, രാഷ്ട്രീയം, സാമൂഹികം, എല്ലാ വിഷയവും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ന വിഷയമേ പാടുള്ളൂ, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് വിഷയം എന്നുള്ള രൂപത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതിൽ ഈ പറഞ്ഞ പോലെ ഇവർ നിശ്ചയിക്കുന്ന അജണ്ടകളിലും നിലപാടുകളിലും കുരുങ്ങിപ്പോവുക, അതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അവിടേക്കാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ വലിയ രൂപത്തിൽ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഹോളി ആശയങ്ങൾക്കെതിരായി നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ആദ്യം വലിയ രൂപത്തിലുണ്ടായിരുന്നു, അതൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പതിയെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ യൂണിവേഴ്സിറ്റികളിൽ പോയിരുന്നല്ലോ നിങ്ങൾ, ഈ അൺമാസ്കിംഗ് എത്തീസം തുടങ്ങി കുറച്ചാണ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. അന്ന് ഞാൻ കണ്ടൊരു സംഗതിയാണ്, അതായത് ചെറിയ ആൾക്കാർ, കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാർ വരെ, അത് ബാസിൽ സാർ തന്നെയാണ് തോന്നുന്നുണ്ട്, നോക്കി ഒരാളോട് ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അയാൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, അയാളുടെ ടെമ്പറൊക്കെ പുറത്തു വരുന്ന രീതിയിൽ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടൊക്കെയാണ് അയാൾ എന്ത് ചെയ്തത്,
പിന്നെ റെസ്പോണ്ട് ചെയ്തത് ആ ചോദ്യത്തിനോട്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റികളിൽ ഈ ചോദ്യം അത് അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പം നമ്മൾ ചെന്നിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ നമുക്കൊരു ത്രെട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഭീഷണിപ്പെടുത്തുന്ന ഈ പരിപാടിയൊന്നും ഇവിടെ വേണ്ടട്ടോ, ഇങ്ങനൊന്നും സംസാരിക്കണ്ട കേട്ടോ, ഇത് സ്ഥലം വേറെയാണ് കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പിന്നെ യൂത്ത് ഇതിനെ എത്രത്തോളം നമ്മൾ ഒരു സാധനത്തിനെ എന്താ പറയുക അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രത്തോളം അത് വേറെ സൈഡിൽ വരും എന്നുള്ള രീതിയിൽ. അതെ. അല്ല, ഇതിലേ നമ്മൾ പൊതുവെ മുമ്പൊക്കെ ഈ റിലീജിയസ് ആയ ആളുകളെ കുറിച്ച് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടായിരുന്നു, ഈ അസഹിഷ്ണുത എന്നുള്ളത്. അതായത് അവർ വളരെ ഹോളിയായി വിചാരിക്കുന്നതിനെതിരെ എന്തെങ്കിലും ചോദ്യം നമ്മളൊരിക്കലും നിന്ദിക്കുന്നതിനെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ആരെയാണെങ്കിലും, ഏത് ദൈവങ്ങളെ ആണെങ്കിലും അല്ലെങ്കിൽ പ്രവാചകന്മാരാണെങ്കിലും നിന്ദിക്കുന്നതിനെ ആരും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അതിനെതിരെ ചോദ്യങ്ങൾ വരുമ്പോഴേക്കൊരു അസഹിഷ്ണുത എന്നുള്ളത് പൊതുവെ ഒരു റിലീജിയസ് പക്ഷെ അതേപോലെ ഒരു ഹോളിയായി ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള കുറച്ച് വിശ്വാസങ്ങൾ എന്ന നിലക്ക് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം ആശയങ്ങൾ, ലിബറൽ ആശയങ്ങളെയും ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങളൊക്കെ ഇവർ സ്വാംശീകരിച്ചിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു മതവിശ്വാസിയോട് അവന്റെ വിശ്വാസം ചോദ്യം ചെയ്യുമ്പോൾ മുമ്പൊക്കെ എങ്ങനെയാണ് അസഹിഷ്ണുത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതികരിച്ചത്, അതേപോലെ തിരിച്ചുള്ള പ്രതികരണം നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇവിടെ ചോദിക്കണ്ട, ഇത് വേറെയാണ് സ്ഥലം.